നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. മൊന്ത ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിലടക്കം നമുക്ക് പല ജില്ലകളിലും മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ മാത്രമല്ല, പല ജില്ലകളിലും അതിശക്തമായിട്ടുള്ള കാറ്റും ലഭിക്കുന്നുണ്ട്. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് ഒരു സമാധാനം എന്ന് പറയുന്നത് മൊന്ത ചുഴലിക്കാറ്റ് നേരിട്ട് കേരളത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലയ്ക്കാണ് നമുക്കിവിടെ കേരളത്തിൽ പല ജില്ലകളിലും മഴയും അതുപോലെ കാറ്റും അനുഭവപ്പെടുന്നത്. പക്ഷേ നാളെ ഉച്ചയോടി കൂടി തന്നെ മൊന്ത ചുഴലിക്കാറ്റിന്റെ ഈ ഒരു പ്രതിഫലനം പതുക്കെ കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ആന്ധ്ര, ഒഡീഷ, ചെന്നൈ തീരങ്ങളിലൊക്കെ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഈ മൊന്ത ചുഴലിക്കാറ്റിന്റെ ഈ ഒരു അപകടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രത ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടാൻ പോകുന്നത്. ഏതായാലും നമ്മുടെ കേരളത്തിലും കുറച്ച് ദിവസങ്ങളായിട്ട് മഴ തന്നെയാണ് നിലനിൽക്കുന്നത്. വൈകുന്നേരങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയും അതുപോലെ കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മൊന്ത ചുഴലിക്കാറ്റ് കേരളത്തിന് ഒരു ഭീഷണിയാകുമോ, അത് നമ്മളെ കേരളത്തെ നേരിട്ട് ബാധിക്കുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ തന്നെ മലയാളികൾക്കുണ്ട്. ഏതായാലും ഇപ്പോൾ കേരള കാലാവസ്ഥാ കേന്ദ്ര ഡയറക്ടറായിട്ടുള്ള നിത കെ ഗോപാൽ ഇപ്പോൾ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. നിത കെ ഗോപാലിന്റെ പ്രതികരണം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന മഴ എന്ന് പറയുന്നത് മൊന്ത ചുഴലിക്കാറ്റുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചുഴലിക്കാറ്റ് നമ്മൾ നേരിട്ട് ബാധിക്കുന്നില്ല. അതിൻ്റെ ശക്തിയായ കാറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നേരിട്ട് ബാധിക്കുന്നില്ല. നമുക്ക് മഴ കൂടുതൽ കിട്ടുന്നുണ്ട്. ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഈ ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായിട്ട് ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തായിട്ടാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ ചാർട്ടിൽ കാണുന്നത് പോലെ ഇതാണ് ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറഞ്ഞത്. ഇത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആന്ധ്ര തീരത്ത് കാക്കിനഡയ്ക്ക് അടുത്ത് അത് തീരം തൊടും. അതിനുശേഷം ഏകദേശം ഒരു വടക്ക് ദിശയിലേക്കാണ് അത് നീങ്ങുക. അപ്പോൾ ആന്ധ്രയുടെ തീരപ്രദേശവും ഒറീസയുടെ കുറച്ച് ഭാഗവും പിന്നെ ഛത്തീസ്ഗഡിന്റെ കുറച്ച് ഭാഗവും ഒക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് ഇമ്പാക്ട്, അതായത് നേരിട്ട് ബന്ധമുണ്ടാവുന്ന സംസ്ഥാനങ്ങൾ അതൊക്കെയാണ്. നമ്മൾക്ക് ഒരു ഡിസ്റ്റന്റ് എഫക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് കേരളത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന മഴ. അപ്പോൾ ഈ ചുഴലിക്കാറ്റിലേക്ക് ഇത് ന്യൂനമർദ്ദമാണല്ലോ, അപ്പോൾ അതിലേക്ക് ശക്തിയായ കാറ്റ് വീശുന്നതുകൊണ്ട് നമ്മളുടെ കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് വളരെ ശക്തിയിലാണ്. നല്ല ഉയരത്തിലും ഈ പടിഞ്ഞാറൻ കാറ്റുണ്ട്. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് ഇപ്പൊ ഈ ശക്തിയായ മഴ അനുഭവപ്പെടുന്നത്. അപ്പോൾ അത് തുടർച്ചയായ മഴയും ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷവും ഒക്കെ ഈ ന്യൂനമർദ്ദമോ അല്ലെങ്കിൽ സൈക്ലോണിക് സ്റ്റോമോ ഇതിനോടനുബന്ധിച്ചുള്ള മഴയുടെ ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പൊ ഈ സിസ്റ്റം ഇന്ന് വൈകുന്നേരത്തോട് ക്രോസ് ചെയ്ത് കുറച്ചുകൂടി വടക്കോട്ട് മാറുമ്പോഴേക്കും കേരളത്തിൽ നിന്ന് അതിന്റെ ബന്ധം മാറിക്കിട്ടും. അപ്പൊ അതിനോട് അനുബന്ധിച്ച് ഇന്ന് നമുക്ക് മഴയുണ്ട്. ഇന്ന് രാത്രിയിൽ, നാളെ ഒരു ഉച്ചവരേക്കും മാത്രമേ കൂടുതൽ മഴ പെയ്യാനുള്ള സാഹചര്യമുള്ളൂ. അതിനുശേഷം മഴ കുറയും, മഴ കാര്യമായിട്ട് കുറയും. മിക്കവാറും എല്ലാ ജില്ലകളിലും നാളെയും കൂടി നാളെ രാവിലത്തെയും കൂടി ആ മഴ കണക്കിലെടുത്തുകൊണ്ട് ഇന്നും നാളെയും തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലേക്ക് നമ്മൾ യെല്ലോ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റു ജില്ലകളിലും മഴ ഉണ്ടാകും, പക്ഷേ ഈ അലേർട്ടിനുള്ള അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കാൻ പറ്റുന്ന അത്രയും ഹെവി ആയിട്ടുള്ള ഹെവി റെയിൻസ് ആയിരിക്കില്ല. ആ ഒരു പ്രത്യേകത മാത്രം. ഇന്നും നാളെയും നമുക്ക് കേരളത്തിൽ പരക്കെ മഴയുണ്ടാവും. അലേർട്ടുകൾ തൃശ്ശൂർ ജില്ല വരെയും മാത്രമേ ഉള്ളൂ. അതായത് ശക്തി കുറഞ്ഞ മഴയായിരിക്കും വടക്കൻ ജില്ലകളിൽ ഉണ്ടാവുക എന്നതിനർത്ഥം. പിന്നെ നമുക്ക് ഈ ഇടിയോടുകൂടിയ മഴ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവുന്നതുകൊണ്ട് അതിനോടനുബന്ധിച്ച് കാറ്റും ശക്തിയായിട്ടുണ്ടാവാം, ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവർക്കുള്ള മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളുടെ കേരള തീരത്ത് അതിശക്തമായ കാറ്റുണ്ട്. പിന്നെ ഈ മഴയോ അല്ലെങ്കിൽ ഇടിയോടുകൂടിയ മഴയോട് കൂടി പെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ശക്തിയായ കാറ്റും ഉണ്ടാവാറുണ്ട്. അതായത് കടൽ പ്രക്ഷുബ്ധമായിരിക്കാനുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇന്നും നാളെയും കേരള, ലക്ഷദ്വീപ് തീരങ്ങൾ, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്കും അതുകൊണ്ടാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നാളെയോടുകൂടി നമ്മുടെ മഴയ്ക്ക് ഗണ്യമായ കുറവ് വരും. നമ്മൾ ഈ അലേർട്ട് മാപ്പിൽ, ഇത് ഏറ്റവും പുതിയ മാപ്പാണ്, ഇന്ന് 1 മണിക്ക് ഉള്ള അപ്ഡേറ്റ് ആണിത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാഹചര്യം ഉണ്ടെന്നേ ഉള്ളൂ. അതിശക്തമായ മഴയ്ക്ക് സാഹചര്യമില്ല. ഇനി കുറച്ച് ദിവസത്തേക്ക് ഏകദേശം നവംബർ ഒരു 4-ാം തീയതി വരെയും നമുക്ക് നേരിയ തോതിലുള്ള മഴയും മിതമായ മഴയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഒന്നും കാണുന്നില്ല. നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ടുള്ള റിപ്പോർട്ട് നോക്കുമ്പം തമിഴ്നാട് പ്രദേശത്തൊക്കെ ഈ ഒരു ചുഴലിക്കാറ്റിനുള്ള സാധ്യതയുണ്ട് എന്ന് കേട്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിന്റെ ദിശ മാറി എന്ന് അല്ല, ഇത് ഇങ്ങോട്ടേക്ക്
ഈ സിസ്റ്റം ഇന്റൻസിഫൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് അതിന്റെ ക്ലൗഡ് ഇതിന്റെ മധ്യഭാഗം സെൻട്രൽ പോയിന്റ് ആണ് നമ്മൾ ഈ പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ക്ലൗഡിന്റെ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം സിസ്റ്റം എവിടെയാണെങ്കിലും ഈ ക്ലൗഡ് ഇവിടെ മുഴുവനും എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഫലമായിട്ടാണ് ആദ്യം സൂചിപ്പിച്ച പോലെ തമിഴ്നാട്ടിലെ പ്രത്യേകിച്ചും ചെന്നൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്തത് ഈ സിസ്റ്റം തമിഴ്നാടിനോട് കൂടുതൽ അടുത്തിരുന്ന സമയത്താണ്. അപ്പൊ അത് വീണ്ടും വടക്കോട്ടേക്ക് മാറുന്നതോടുകൂടി തമിഴ്നാട്ടിലെയും മഴ കുറയും. പിന്നെ മഴ ആന്ധ്ര കോസ്റ്റിലും ഒറീസയിലും ആദ്യം സൂചിപ്പിച്ച പോലെ ഛത്തീസ്ഗഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ കേരളത്തിലും ആ ക്ലൗഡിന്റെ ഇത് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സംസ്ഥാന കേരളം. അപ്പം സൈക്ലോണിക് സ്റ്റോം ഇതാണെങ്കിലും നമ്മുടെ പെനിൻസുലന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തെക്ക് ഭാഗം മുഴുവനും ഇതിന്റെ ഇൻഫ്ലുവൻസിലാണ്. നമുക്ക് മേഘപടലം ഉണ്ട്, ഇവിടെ ശക്തിയായ മേഘപടലമുണ്ട്. അപ്പൊ ഈ കാണുന്ന മഴമേഘങ്ങളാണ് നമുക്ക് മഴ തരുന്നതിന് കാരണമാകുന്നത്. അപ്പൊ കേരളത്തില് കിട്ടുന്ന മഴ അത് തൃപ്തികരമായ രീതിയിലാണോ? അതെ, നമുക്ക് ഈ സീസൺ തുടങ്ങിയത് ഒക്ടോബർ 1 മുതൽ ഇന്ന് വരെയുള്ള സീസണൽ ടോട്ടൽ എടുക്കുമ്പോൾ ഇന്ന് -7% ആണ്, -7% ഡിപ്പാർച്ചർ. എന്ന് വെച്ചാൽ നമ്മൾ ശരാശരി ഈ സമയത്ത് 28-ാം തീയതി വരെ കിട്ടുന്ന ശരാശരി മഴയുടെ ഏകദേശം ഒപ്പം തന്നെ ഇപ്പൊ മഴ പെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ ഇതുവരെയുള്ള മഴയുടെ കണക്ക് നമുക്ക് തൃപ്തികരമായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ചുഴലിക്കാറ്റിനെ കുറിച്ച് കൂടെ പറയുമ്പോൾ അതിന്റെ ഒരു പേരുണ്ടല്ലോ, മോൻത എന്ന് പറയുന്ന ഒരു പേര്. അത് മലയാളികളെ സംബന്ധിച്ച് ആ പേര് എങ്ങനെ വന്നു എന്നുള്ളൊരു കൗതുകം കൂടെ ഉണ്ട്. അത് ഈ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ ഇത് ബാധിക്കുന്ന കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഉണ്ട്. അതായത് നമ്മളുടെ ബംഗ്ലാദേശ്, ബർമ്മ, ഇന്ത്യ, ശ്രീലങ്ക, മാൽഡീവ്സ് അങ്ങനെ തുടങ്ങി പാകിസ്ഥാൻ, ഇറാൻ, സൗദി അറേബ്യ, ഇങ്ങനെ ഇതിന്റെ ബൗണ്ടറിയിൽ വരുന്ന എല്ലാ രാജ്യങ്ങളും ഈ ഒരു ലിസ്റ്റ് പേരുകൾ തരും. അപ്പൊ ആ ലിസ്റ്റ് നമ്മൾ RA2 റീജിയൻ എന്ന് പറയും. നമ്മളുടെ ഇങ്ങനെ കാലാവസ്ഥാപരമായിട്ട് നമ്മുടെ ഈ റീജിയനെ RA2 റീജിയൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഏഷ്യ പസഫിക് റീജിയൻ എന്ന് പറയാം. അപ്പൊ ഈ ഇവിടെ ഫോം ചെയ്യുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാവുന്ന സൈക്ലോണുകൾ ബാധിക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടിയാണ് ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ രാജ്യങ്ങളും ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തരും. ഇന്ത്യയും അതുപോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ലോക കാലാവസ്ഥാ സംഘടന അല്ലെങ്കിൽ വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇത് പിന്നീട് ഫൈനലൈസ് ചെയ്യുന്നത്. ഫൈനലൈസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ പേരുകൾ ജെൻഡർ ന്യൂട്രൽ ആയിരിക്കണം. അതായത് സ്ത്രീലിംഗമോ അല്ലെങ്കിൽ സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയോ പേരിനെ സൂചിപ്പിക്കുന്നതാവരുത്. അല്ലെങ്കിൽ മറ്റു കോൺഫ്ലിക്റ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്നതോ അങ്ങനെയൊന്നും ആവാൻ പാടില്ല. പിന്നെ ഒരു രീതിയിലുള്ള ഒരു കോൺട്രവേഴ്സിക്ക് വകവെക്കാത്ത ഇല്ലാത്തതുപോലെയുള്ള ഒരു പ്രത്യേകിച്ച് ആരെയും ഒന്ന് ടാർഗറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു പേരാണ്. അതൊരു എക്സ്പേർട്ട് കമ്മിറ്റിയാണ്, വേൾഡ് WMOയുടെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയാണ് ഇത് ഫൈനലായിട്ട് അപ്രൂവ് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യ റീജിയണൽ സെന്റർ ആണ് ട്രോപ്പിക്കൽ സൈക്ലോണിനെ സംബന്ധിച്ചും. അപ്പൊ ഈ പേരുകളെല്ലാം ക്രോഡീകരിച്ച് ഫൈനലൈസ് ചെയ്ത് നമ്മൾ അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ രാജ്യത്ത് നിന്ന് ഇന്ത്യയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, ഈ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടിയാണ് ഫൈനലായിട്ട് ഇതിൽ നിന്ന് ആക്ഷേപങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള പേരുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അതിനുശേഷം ആൽഫബറ്റിക് ഓർഡറിൽ ഈ രാജ്യങ്ങൾ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്ന രാജ്യം ഏതാണോ അവർ സജസ്റ്റ് ചെയ്ത ആദ്യത്തെ പേര് ആദ്യത്തെ സൈക്ലോണിന്, രണ്ടാമത്തെ രാജ്യം സജസ്റ്റ് ചെയ്ത ആദ്യത്തെ പേര് രണ്ടാമത്തെ സൈക്ലോണിന്, ആ ഒരു ക്രമത്തിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്രമമുണ്ട്. ഇപ്പോഴത്തെ ഈ പേര് മോൻത എന്ന് പറയുന്ന ഈ പേര് സജസ്റ്റ് ചെയ്തിരിക്കുന്ന തായ്ലൻഡ് ആണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ ശക്തി ശ്രീലങ്കയായിരുന്നു. ശ്രീലങ്ക S-ലാണ് തുടങ്ങുന്നത്, തായ്ലൻഡ് T-ലാണ്. അപ്പൊ ആൽഫബറ്റിക് ഓർഡറിന്റെ ക്രമം മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സൈക്ലോണുകൾക്ക് പേര് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ IMD ഡൽഹി സെന്റർ റീജിയണൽ സെന്റർ ആയതുകൊണ്ട് നമ്മളാണ് ഈ പേര് ലിസ്റ്റ് നോക്കി സൂചിപ്പിക്കുന്നത്. പേരിടുന്ന ഒരു കാര്യം കൂടി IMDയുടെ ഡൽഹി സെന്റർ ആണ് ചെയ്യുന്നത്. ഒരു പേരിന് പിന്നിൽ ഇത്രയും വലിയ പ്രോസസ്സ് ഉണ്ടായിരുന്നു. എന്തായാലും കേരളത്തിലെ ആളുകൾക്ക് കൂടുതൽ പേടിക്കേണ്ടുന്ന ഒരു സാഹചര്യമല്ല, എങ്കിൽ പോലും മുൻകരുതലുകൾ വേണ്ടി വരുമല്ലോ. അപ്പോൾ എന്തൊക്കെ മുൻകരുതലുകളാണ് മാം? നമുക്ക് ഇപ്പൊ ആദ്യം സൂചിപ്പിച്ച പോലെ ശക്തമായ മഴയുണ്ട്, അതിനോടനുബന്ധിച്ച് കാറ്റിന് ശക്തി കൂടുതലുണ്ട്, പിന്നെ ഇടിമിന്നൽ സാധ്യത. ഇപ്പൊ ഈ 3 ഘടകങ്ങളും ഉള്ളതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതിനനുസരിച്ചിട്ടുള്ളതുകൊണ്ട്, പിന്നെ ഇപ്പൊ 2-3 ദിവസമായിട്ട് തുടർച്ചയായിട്ടുള്ളൊരു മഴയുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്റ്റും കൂടി ഒന്ന് കണക്കിലെടുക്കണം. അതുകൊണ്ട് തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ എന്നും യെല്ലോ ആണ് റെയിൻഫോളിന്റെ എമൗണ്ട് എങ്കിൽ പോലും
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലുള്ള മഴയുടെ ഇമ്പാക്റ്റും എല്ലാം കൂടി നോക്കിയിട്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണോ IMDയുടെ ബുള്ളറ്റിനിലും ഉണ്ട്, KSDMAയുടെ ബുള്ളറ്റിനിലും ഉണ്ട്, അതെല്ലാം നിർദ്ദേശങ്ങളെല്ലാം എല്ലാവരും പാലിക്കണം, ഒന്നിനെ അവഗണിക്കരുത് എന്നാണ് റിക്വസ്റ്റ്.